ഈ നമ്മുടെ മഹാദേവനല്ലേ പരമേശ്വരൻ, അദ്ദേഹം തന്നെ ഒരിക്കല് കൃഷ്ണനെ കാണുന്ന, ജനിച്ചിട്ട് കുറെ കാലം കഴിഞ്ഞിട്ടാണോ കൃഷ്ണനെ കാണുന്ന ഒരു മോഹം വന്നു. ഈ കൃഷ്ണൻ കൊച്ചുകുട്ടിയാണ്. ഈ രാക്ഷസന്മാരും ദുഷ്ടന്മാരൊക്കെ ദ്രോഹം ചെയ്യുന്ന സ്ഥലത്ത് താമസിക്കുന്ന, അതുകൊണ്ട് തന്നെ നല്ല സുരക്ഷിതത്വം ഉണ്ടാവും. എല്ലാവരും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. ഒരുപാട് ജനങ്ങളുള്ളതാണ് ആ ഗ്രാമം. ആ ഗ്രാമത്തിലേക്ക് ഒരു ശൂലമൊക്കെ എടുത്തിട്ട് തലയോട് മാലയൊക്കെ ധരിച്ച് രുദ്രാക്ഷവും തലയിൽ വെള്ളമൊക്കെ ആയിട്ടുള്ള ചന്ദ്രക്കലയൊക്കെ ആയിട്ട് പോകാൻ പറ്റുമോ? പോയി കഴിഞ്ഞാൽ വിടുവോ? ഈ കുട്ടിയെ കാണാൻ വിടും? കുട്ടി പേടിച്ചു പോയില്ലേ? അങ്ങനെ യാതൊരു രക്ഷയില്ല. കാണണമെന്ന് ആഗ്രഹം ഉണ്ടായി. അപ്പോ ഈ ശ്രീകൃഷ്ണൻ ഉണ്ണിക്ക് ഒന്ന് ആരെ കാണണം? മഹാദേവനെയും കാണണം. അപ്പൊ എന്താ ഒരു വഴിയെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നു. അപ്പോഴാണ് നല്ല ഒരു പനി അങ്ങോട്ട് വന്നു. കൃഷ്ണനൊരു പനി വന്നു. കുറെ വൈദ്യന്മാര് വന്നു, കുറെ ചികിത്സയൊക്കെ ആൾക്കാരുണ്ട് കേട്ടോ. നന്ദഭവനത്തിന് സമീപത്തൊക്കെ ഇഷ്ടംപോലെ കൊട്ടാരത്തിലെ വൈദ്യരുണ്ട്. അവരൊക്കെ വന്നു, പല പല ചികിത്സ നടത്തി. എന്നിട്ടൊന്നും കാര്യം നടക്കുന്നില്ല. അപ്പോഴാണ് ആരൊക്കെ പറഞ്ഞു, ഒരു വൈദ്യൻ ഈ നാട്ടിലുണ്ട്, വന്നിട്ട് പുതിയതായിട്ട് കുറച്ച് നാളായി താമസിക്കുന്നു പറഞ്ഞു. ആരാണ് ഇത്രയും നാളായിട്ട് താമസിച്ചത്? വൈദ്യന്റെ രൂപത്തിൽ താമസിച്ചത് ഈ മഹാദേവനായിരുന്നു. ആ മഹാദേവന്റെ ക്ഷേത്രത്തിലൊക്കെ പോകാം. ആശേശ്വർ മഹാദേവ് എന്നാ പറയാ. ആശിച്ചുകൊണ്ട്, കണ്ണനെ കാണാൻ ആശിച്ചുകൊണ്ടിരുന്നു എന്നാ പറയാ. അതുകൊണ്ടാണ് വൈഷ്ണവാനാം യഥാശംഭു എന്ന് പറയുന്നത്. ഭഗവാന്റെ ഭക്തി അത്ര വലുതാണ്. അങ്ങനെ കാത്തു നിന്നപ്പോ ഈ വൈദ്യനെ കൂട്ടിക്കൊണ്ടുവന്നു. വൈദ്യനാണ് കേട്ടോ, ശൂലമില്ല, എല്ലാം മാറ്റി, വേഷമൊക്കെ മാറ്റിയിട്ട് നല്ലൊരു വൈദ്യൻ. ഒരു കുപ്പിയും മരുന്നൊക്കെ ആയിട്ട് ഇങ്ങനെ വന്നു. സുഖമായിട്ട് വന്നു. എല്ലാവരും മാറിക്കൊടുത്തു. യശോദ എന്ന് പറഞ്ഞു, 3 ദിവസമായിട്ടോ പനി, ഒന്ന് എത്രയും പെട്ടെന്ന് മാറ്റിത്തരണേ എന്ന് പറഞ്ഞു. ഒന്നിങ്ങനെ അടുത്ത് വന്ന് ഇരുന്നു. തലയിലൊക്കെ ഒന്ന് തൊട്ടു നോക്കി. സന്തോഷമായി. ഭഗവാൻ എന്ത് ചെയ്തെന്നറിയോ? കാലിങ്ങനെ ഒന്ന് കുടഞ്ഞു. കാല് കുടഞ്ഞപ്പോ നെഞ്ചിലേക്ക്, മഹാദേവന്റെ നെഞ്ചിലേക്ക് കാലിങ്ങനെ കൊണ്ടപ്പോ തന്നെ നിർവൃതിയിലാണ്ട് കുറച്ചു സമയം ഉണ്ടാതിരുന്നു. ഇത് പറഞ്ഞു മാറിക്കോളും എന്ന് പറഞ്ഞു പോയി. 10 മിനിറ്റ് കഴിയുമ്പോഴേക്ക് പനിയും മാറി എന്നാ പറയാം. മനസ്സിലായോ? ഭഗവാനെ ആ സമീപത്തെത്തുന്ന മാറ്റമാണ് വരുന്നത്. ഇങ്ങനെ പൂതനക്കും അങ്ങനെയാണ് ഒരു ഭാഗ്യം ഉണ്ടായിരുന്നത്. പൂതനക്കും ഭാഗ്യ കിട്ടിയത് അല്ലേ? എങ്ങനെയല്ലേ? ഒരു അമ്മയുടെ ഭാവത്തിൽ വന്നു എന്നാണ് പറയുന്നത്. മുല കൊടുത്തു ശിശുക്കളെയൊക്കെയും കൊല കഴിച്ചിടുമാ പടുരാക്ഷസി, അലിവരാതെ എടുത്തു മുരാരിയെ മടിയിൽ വെച്ചു കൊടുത്തു പയോധരം. സഖാവ് സുബ്രഹ്മണ്യത്തിന്റെ വരികളാണ്. ഇതില് സംസ്കൃതത്തിന്റെ തൊട്ട് താഴെയുള്ള മലയാളമാണ്. എല്ലാ പുസ്തകത്തിലും ഉണ്ടാവില്ല, അത് വേറെ തന്നെ ഒരു പുസ്തകമാണ്. ഭക്ത കവി എന്നൊക്കെ പറയുന്ന സുബ്രഹ്മണ്യൻ തിരുവമ്പിന്റെ വരികൾ. ഇതിന് കൃത്യമായിട്ടുള്ള ഓരോ വരികളും 18,000 ശ്ലോകങ്ങൾക്കും എഴുതിയിട്ട് ഗുരുവായൂരപ്പന്റെ മുന്നിൽ സമർപ്പിച്ച ഒരു മഹാനുഭാവൻ. ഇതുകൊണ്ട് ഓർമ്മിക്കുക. പൂതന വന്നു. യശോദാമ്മയ്ക്ക് അന്ന് കുളിക്കാൻ പറ്റിയില്ല. രാവിലെ ചൂടുവെള്ളമൊക്കെ വെച്ചിട്ടാണ് കുളിക്കുക, പ്രസവമൊക്കെ കഴിഞ്ഞതുകൊണ്ട്. പക്ഷെ കുളിക്കാൻ പറ്റിയില്ല. എന്തുകൊണ്ട് അറിയോ? ഈ കുട്ടി ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക. യശോദാമ്മ എഴുന്നേൽക്കാൻ നോക്കുമ്പോൾ കരയാൻ തുടങ്ങും. അങ്ങനെയല്ലേ കുട്ടികളുടെ സമ്പ്രദായം? അടുത്ത് വന്നിരുന്നു കുഴപ്പമില്ല. വീണ്ടും എഴുന്നേൽക്കാൻ നോക്കുമ്പോൾ കരയും. ഇങ്ങനെ കരഞ്ഞിട്ട് കുട്ടിയെ കരയിച്ചിട്ട് പിന്നെ കുളിക്കാൻ പറ്റുമോ? അങ്ങനെ അടുത്തിങ്ങനെ ഇരിക്കുന്ന സമയത്ത് രാവിലെ നല്ലതുപോലെ ഉദിച്ചുയർന്നിട്ടും സമയം കുറച്ചായി. അപ്പോഴാണ് ഒരു ഗോപി വന്നു. ഈ 4-5 ദിവസം നല്ല തിരക്കായിരുന്നു, ഗോപികമാരുടെ ഒക്കെ തിരക്കായിരുന്നു. ഇപ്പൊ കുറഞ്ഞു വന്നു, എല്ലാവരും കണ്ടു. അപ്പോഴാണ് മറ്റൊരു ഗോപി വന്നു. ആ ഗോപി അതിസുന്ദരിയാണ്. തല മടഞ്ഞ് കെട്ടി എന്നാണ് പറയുന്നത് കേട്ടോ. താം കേശബന്ധ വ്യതിഷിക്ത മല്ലികം, മല്ലികപ്പൂ കൊണ്ടുള്ള മാലയൊക്കെ അതിൽ കണിഞ്ഞ് നല്ല വസ്ത്രം ധരിച്ചു. സെറ്റ് സാരി എടുത്തൊന്നും പറഞ്ഞിട്ടില്ല, നല്ല വസ്ത്രം ധരിച്ചു എന്നാണ്. അങ്ങനെ ഒരു സുന്ദരി വന്നു. അങ്ങനെ അതിസുന്ദരിയുടെ വേഷത്തിലാണ് ആര് വന്നത്? ഈ ഗോപി വന്നത്. ആരാണ് ഗോപി? പൂതനയാണ്. പക്ഷെ അവിടെയുള്ള യശോദക്കൊന്നും അറിയില്ല, നമുക്കേ ഇത് അറിയുള്ളൂ. അങ്ങനെ വന്നു. വരുമ്പോഴേ തന്നെ പറഞ്ഞെന്താണെന്നറിയോ? യശോദേ, എന്റെ യശോദേ, ഞാൻ 5 ദിവസമായിട്ടോ വരണം എന്ന് വിചാരിക്കുന്നു. ഓരോ തിരക്കൊണ്ട് സാധിച്ചില്ല. പശുക്കളെ കിടക്കണ്ടേ, വെണ്ണ ഉരുക്കണ്ടേ, തൈര് കടയണ്ടേ, ഇതൊക്കെയാണ് അവരുടെ പ്രാരബ്ധം. പണ്ട് നമ്മുടെ ഇന്നത്തെ പ്രാരബ്ധമൊന്നും അവർക്ക് അന്നില്ല. അന്ന് വേറെ പ്രാരബ്ധമാണ്. ഇതിനിടയിൽ വരാൻ പറ്റില്ല. പിന്നെ വന്നാലുണ്ടല്ലോ, ഈ കുട്ടികളുള്ള സ്ഥലത്തൊക്കെ എനിക്ക് പോയാൽ ആ കുട്ടികളെ എടുക്കണം, മടിയില് താലോലിക്കണം. എനിക്ക് അങ്ങനെ ഇഷ്ടമാണ്. ഞാൻ പിന്നെ അങ്ങനെയൊന്നും പോയില്ല. വന്നു കഴിഞ്ഞാൽ ഇനി ഉച്ചയ്ക്ക് പോകുള്ളൂ കേട്ടോ എന്ന് പറഞ്ഞ് അവിടെ കാല് നെട്ടിരിപ്പായി. ചോദിക്കാൻ പറ്റുമോ? നീ ആരാണെന്ന് ചോദിക്കാൻ പറ്റുമോ? നമ്മളെടുക്കൽ വന്നിട്ട് ശ്രീധരൻ തിരുമേനില്ലേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആരും ചോദിക്കില്ല. അതുപോലെയാണ് പറഞ്ഞത്. എന്റെ യശോദ എന്ന് പറഞ്ഞിട്ട് വന്നപ്പോ നല്ല പരിചയമുള്ള ഏതോ ഒരു ഗോപിയാണെന്ന് വിചാരിച്ചു. ഇവിടെ ഇരുന്നു. അത്രയേ ഉള്ളൂ, വേറെ ഒരു സംശയവും ഇല്ല. എന്നിട്ട് പറഞ്ഞു, നീ കുളിച്ചില്ലേ? എന്നാ കുളിച്ചിട്ട് വരൂ. കുട്ടി ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ്. ഈ ഞാനെടുത്തുണ്ടല്ലോ, പിന്നെ എന്നെ കണ്ട കുട്ടികളൊന്നും കരയില്ല കേട്ടോ എന്ന് പറഞ്ഞു. സത്യമാണ് കേട്ടോ. പിന്നെ കരഞ്ഞില്ല കൃഷ്ണൻ.
എന്തുകൊണ്ടാ? കാര്യം നടപ്പാക്കട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കണം. കൃഷ്ണൻ കരയാതിരുന്നപ്പോ യശോദ കുളിക്കാനായിട്ട് പോയി. പക്ഷെ ഒരു പ്രശ്നമേ ഉള്ളൂ, ഈ കണ്ണ് തുറക്കുന്നില്ല. കൈകാലിട്ടടിച്ച് കളിക്കുന്നുണ്ട്, ഉറക്കമൊന്നുമല്ല, പക്ഷെ കണ്ണ് തുറക്കുന്നില്ല. ചരാചരാത്മാ സമിനിമീലിതേക്ഷണ എന്ന് പറഞ്ഞാൽ ഇതാരാണ് വന്നിരിക്കുന്നത്, നീ എത്ര കുട്ടികളെ കൊന്നു, നിന്റെ ഉദ്ദേശം എന്താണ്, ഇതൊക്കെ കൃത്യമായിട്ട് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. നീ പൂതനയാണ്. പൂതന എന്ന് പറഞ്ഞാൽ, പൂത എന്ന് പറഞ്ഞാൽ പരിശുദ്ധ, പൂതന എന്ന് പറഞ്ഞാൽ പരിശുദ്ധ അല്ല. പരിശുദ്ധ അല്ലാതെ ഞാൻ കണ്ണു തുറന്ന് നിന്നെ കടാക്ഷിക്കോ എന്നുള്ള ഭാവത്തിൽ ഭഗവാൻ കണ്ണടച്ചു. കുറച്ചിങ്ങനെ കഴിഞ്ഞപ്പോൾ തോന്നി, യശോദ കുളി തുടങ്ങിയല്ലേ, കുളിച്ച് വരുമ്പോഴേക്കും നമ്മുടെ കാര്യം കഴിഞ്ഞ് പോകണം എന്ന് വിചാരിച്ചിട്ട് ഈ ഉണ്ടിയെ എടുത്ത് മടിയിൽ വെച്ചു എന്നാ പറയുന്നത്. ഇതുപോലെ ഇരുട്ടില് മങ്ങിയ വെളിച്ചത്തില് കയർ കെട്ടാൻ വേണ്ടിയിട്ട്, ചാക്ക് കെട്ടാൻ വേണ്ടിയിട്ട് ഒരു കയർ അന്വേഷിച്ചു. അപ്പോൾ മങ്ങിയ വെളിച്ചത്തിൽ ഒരു ചുരുണ്ട് കിടക്കുന്ന ഒരു കയറിന്റെ കഷ്ണം കിട്ടി, അതെടുത്ത് മടിയിൽ വെച്ചു. കെട്ടാൻ വേണ്ടിയിട്ട് ചാക്കിന്റെ അടുത്തെത്തുമ്പോഴേക്കും ഇദ്ദേഹം ആലസ്യപ്പെട്ടു പോയി. കാരണം എന്തറിയോ, ഒരു ചുരുട്ടിയായിരുന്നു അത്, പാമ്പില്ലേ അതായിരുന്നു, കയറായിരുന്നില്ല. അതായത് കയറാണെന്ന് വിചാരിച്ച് പാമ്പിനെടുത്ത് മടിയിൽ വെക്കുന്നത് പോലെ സാധാരണ ഒരു കുട്ടിയാണെന്ന് വിചാരിച്ചിട്ട് ഈ ഉണ്ണിക്കണ്ണനെ എടുത്ത് മടിയിൽ വെച്ചു. എന്നിട്ടും താമസിച്ചില്ല, ഇനി വേഗം കാര്യം നടത്താം. ഇത്രയും കൊണ്ട് മുല കുടിപ്പിക്കുക. എങ്ങനെയുള്ളതാണ്? കാളകൂട വിഷമാണ് കേട്ടോ, ഏറ്റവും ശക്തമായ വിഷം. ആ കാളകൂട വിഷം തേച്ച് മുല കുടിപ്പിച്ച് കൊല്ലുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് ഈ ഉണ്ണിയെ മടിയിലെടുത്തി സ്തന്യപാനം ചെയ്യിക്കുന്ന സമയത്ത് ഭഗവാന് ദേഷ്യം വന്നു. നീ എത്ര കുട്ടികളെ കൊന്നു, ഘാതകി, ശിശുക്കളെ കൊല്ലുന്നവളെ, രാക്ഷസി, രക്തം കുടിച്ചി എന്നൊക്കെ പറയുന്നില്ലേ, ആ ഭാവമൊക്കെ സംസ്കൃതത്തിൽ പറയാം കേട്ടോ. അങ്ങനെ രുധിരാശനയായിട്ടുള്ള നിനക്ക് ഞാൻ കാട്ടിത്തരാന്നുള്ള ഭാവത്തില് കൊച്ചുകുട്ടിയാണല്ലോ ആ മടിയിൽ ഇരുന്നിട്ട് ദേഷ്യത്തോടുകൂടി ദേഷ്യത്തോടുകൂടി വലിച്ചു കുടിച്ചു. എന്താ കിട്ടുക? വിഷം. അപ്പൊ പൂതന പറയുന്നുണ്ട്, ഇപ്പൊ കളി കാണാം. അതുകൊണ്ടാ ഇതങ്ങുള്ളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അപ്പൊ തന്നെ കഴിഞ്ഞു പോകാന്നാണ് വിചാരിച്ചത്. നിലവിളിക്കും കൂടിയില്ല, പെട്ടെന്ന് വിഷുള്ളിലേക്ക് എത്തിയിട്ടല്ലേ എന്ന് വിചാരിച്ചു. പൂതന വിചാരിക്കും, ഭഗവാനും വിചാരിച്ചു കാണാം ഇപ്പൊ കളിയെന്ന് ഭഗവാനും വിചാരിച്ചു. ഈ പ്രാണനും കൂടി ഇങ്ങ് വലിച്ചെടുത്തു. വിഷക്കുള്ളിലായി കഴിഞ്ഞപ്പോ പിന്നെന്താ ബാക്കിയുള്ളത്? പ്രാണീസമം രോഷസമന്വിതോ വിപൽ. പ്രാണൻ വലിച്ചെടുക്കുമ്പോഴൊരു വേദന ഉണ്ടാവും. അതിന്റെ പേരാണ് പ്രാണവേദന. നമുക്കാർക്കും ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടാവാൻ സാധ്യതയില്ല. ഉണ്ടായിട്ട് ഇവിടെ വന്നിരിക്കില്ലല്ലോ അല്ലെ? പ്രാണൻ പോകുമ്പോൾ ഉണ്ടാവുന്ന ഒരു വേദനയുണ്ട്. പക്ഷെ നമ്മൾ പറയാറില്ലേ, കാലിൽ നല്ല ചെറുത്ത് കിട്ടുന്ന വേദന, പ്രാണൻ പോയി എന്ന് പറയാറില്ലേ? അത്രയും ശക്തമായിട്ടുള്ള വേദന ഉണ്ടായപ്പോ എന്താ തോന്നിയാറോ, എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കിയാൽ മതി തോന്നിയിട്ട് ഇതിന് വലിച്ചങ്ങനെ ഈ ഉണ്ണിയുടെ ശരീരത്തെ മാറ്റാൻ വേണ്ടി നോക്കുന്നു. സാ മുഞ്ചമുഞ്ചാലമിതി പ്രഭാഷിണി നിഷ്പീഡ്യമാനാഖില ജീവമർമ്മണി. വിടൂ 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 എന്ന് പറഞ്ഞിട്ട്, മുഞ്ച എന്ന് പറഞ്ഞ വിടൂ വിടൂ എന്നാണ്. വിടൂ എന്ന് പറഞ്ഞിട്ട് പിടിച്ചു വലിച്ച് മാറ്റാൻ നോക്കുന്നു ഭഗവാൻ. അപ്പൊ എന്ത് പറയുന്നു പറയും, മനസ്സുകൊണ്ട് ഇപ്പൊ വിടാം. ഈ വൈദ്യുതി കമ്പിയിൽ പോയിട്ട് പിടിക്കുന്ന പോലെയാണ്. നമ്മൾ പോയിട്ട് അങ്ങോട്ട് ചെന്നിട്ട് പിടിച്ചിട്ട് വിടൂ വിടൂ എന്ന് പറഞ്ഞാൽ നമ്മൾ വിടുമോ? ഇല്ല, വിടും. എപ്പോഴും ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മുടെ ജീവൻ എടുത്താൽ താഴേക്ക് വീണിട്ടുണ്ടാവും. ഇതുപോലെയാണ് നമ്മൾ കയറി പിടിക്കുമ്പോൾ, ആരെ? ഭഗവാനെ കയറി പിടിക്കുമ്പോൾ നല്ലതുപോലെ ശ്രദ്ധിക്കണം എന്നാ പറഞ്ഞത്. എന്തുകൊണ്ടെന്നറിയോ? പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വിടണം തോന്നില്ല. ഇത് തന്നെയാണ് ഭാഗവതത്തിലെ ഭഗവാന്റെ കഥകൾ കേട്ട് കഴിഞ്ഞാല് ഓരോരോ ചരിതങ്ങള് നമുക്ക് കേട്ട് കഴിഞ്ഞാൽ നമുക്കത് വേണ്ട എന്ന് വെക്കാൻ പറ്റില്ല. എന്ത് തിരക്കുണ്ടെങ്കിലും എത്രയോ ദൂരത്തുനിന്നായാലും ഓടിയിട്ട് വരുന്ന ആകർഷണ ശക്തി എത്രയാണ്. പിന്നെ എന്നെ ദൂരൊന്നും പ്രശ്നമില്ല, അത്രമാത്രം ആകർഷണ ശക്തി. ധരിക്കുകിൽ വേണ്ടെന്നായി തോന്നിയിലും ത്യജിക്കുവാൻ ഞെരുക്കമുണ്ടാക്കി തീർക്കും കല്ലു വേണമോ, കല്ലു വേണോ നീല നിറം കോലും നല്ല കല്ലു വേണോ, മല്ല വൈരി പേരോലുന്ന കല്ലു വേണമോ. നാരായണ 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 കൃഷ്ണ ഗോവിന്ദ. അതാണ് ഭഗവാൻ നീലക്കല്ല് എന്ന് പറയും. വാഴകുന്നം തിരുമേനി അങ്ങനെ പറയും, നീലക്കല്ല് എന്നാ പറയും. അതുകൊണ്ട് നമ്മൾ വേണമെന്ന് വെച്ചിട്ട് ഒരിക്കൽ പോയി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ വേണ്ടാന്ന് വെക്കാൻ പറ്റില്ല. അത്രമാത്രം ശക്തി വിശേഷമുള്ള ഒരു നീലക്കല്ലാണ് ആര്? ശ്രീകൃഷ്ണ ഭഗവാൻ. ഇപ്പോഴെന്തായെന്നറിയോ?
ഈ രക്തം വലിച്ചു കുടിച്ച് പ്രാണൻ പോകുമ്പോഴേക്കും ശരീരമൊക്കെ വലുതാവാൻ തുടങ്ങി. ഇതാരാണ്? രാക്ഷസിയാണ്. വർഷങ്ങൾ പഴക്കം ചെന്ന ആൽമരത്തെ പോലെ ശരീരം ഇങ്ങനെ തടിച്ചിങ്ങനെ വന്നു. കൈകളൊക്കെ കൊമ്പുകൾ പോലെ, ശാഖകൾ പോലെയായി, ഉപശാഖകൾ പോലെ കൈയുടെ വിരലുകളൊക്കെ ആയിട്ട്, ചെമ്പിച്ച വലിയ മുടിയൊക്കെ ആയിട്ട് മലർന്നടിച്ച് പറമ്പിലേക്ക് വീണു എന്നാണ്. അവിടെ ഈ കൃഷിഭൂമിയും പറമ്പുമായിട്ടുള്ള അവിടത്തേക്ക് അങ്ങനെ നീളത്തിൽ അങ്ങനെ വീണിട്ട് ആ പൂതനയുടെ ദംഷ്ട്രയും മൂക്കും നാസാദ്വാരങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതിന്റെ പേടിയാവും.